നമ്മൾ ബേലൂർക്ക് പോവാം. നമ്മൾ രാവിലെ 7 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പോൾ ഓൾമോസ്റ്റ് 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാ. ഇരിക്കുകയാണ്. ഹലോ, ഇതിൽ രക്ഷണ്ടാ. മൈസൂർ മസാല ദോശ നല്ലായിരുന്നു, മിനി ഇഡലി നല്ലായിരുന്നു, പൂരി കഴിച്ചു നോക്കില്ല, ഓപ്പൺ ദോശ ആക്ച്വലി എല്ലാം നല്ലായിരുന്നു. കല്ല് മാത്രം ഒന്നും കഴിച്ചില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. കൃഷ്ണകേശവ പ്യുർ വെജ്. നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാണ്. ടോയ് കണ്ടു. ഫുഡൊക്കെ കഴിച്ചു. കല്ലൂൻ്റെ ഡയപ്പറൊക്കെ മാറ്റി നമ്മളിനി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മൾ ചുമ്മാ കരിക്ക് കുടിക്കാൻ നിർത്തിയതാണ്. ഇടയ്ക്കൊരു ബ്രേക്ക് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ഹോട്ടലെത്തി. നമ്മൾ ആദ്യം പോകുന്ന ചന്നകേശവ ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടൽ. മീമി മീമി ചെക്ക് ഇൻ ചെയ്തു. 2 ദിവസത്തേക്കാണ് ഇവിടെ സ്റ്റേ. നമ്മളിപ്പോൾ റൂമിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് റൂം ഓക്കെ അല്ലേ? വാവ അവിടെ മൊബൈലിൽ സെറ്റിലായി. വാഷ്റൂം ഓക്കെ. സോപ്പൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് തന്നെയാണ് അച്ഛനവിടെ. വെള്ളം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലേ. തോർത്താണ്. കല്ലിബാബ ഇവിടെ സെറ്റിലായോ? ആയോ? അച്ഛൻ്റെ ആധാർ കാർഡ് അടിയത്. നപ്പിട്ടിട്ടൊന്നുമില്ല. അച്ഛനും ഉമ്മ ഉണ്ടടാ. അമ്മയ്ക്കുണ്ടോ വാവേ? കണ്ണട അമ്മച്ചിടാടാ. എടുത്തോണ്ട് പോയി. അച്ഛൻ്റെ ഉമ്മ നോക്ക്. കല്ലു താടി അവിടെ വെച്ചോ. അമ്മച്ചമ്മ അമ്മച്ചമ്മടാടാ. അമ്മച്ചമ്മടാടാ. വാവേനെ കാണില്ലടാ. അമ്മ എടുത്തരാ. അമ്മ എടുത്തരാ വാവേനെ. കാലുള്ളിലേക്ക് അതിനുള്ളിൽ
നമ്മൾ റൂമിൽ ലഗേജൊക്കെ വെച്ചിട്ട് ലഞ്ച് കഴിക്കാൻ വന്നു. അച്ഛനമ്മയും വെജ് ആയതുകൊണ്ട് നമ്മളൊരു വെജ് ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. പോയി കല്ലുമാണ് അച്ഛന് കൊടുക്കണം. കൊടുത്തു. സൂപ്പർ. നീ കല്ലു കഴിക്കണേ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലുണ്ടാ. പണ്ട് കല്ലു ബേബി ഇവിടെ ടോമാഞ്ചേരി കണ്ട് സെറ്റിലായി. ഇന്നിപ്പോ കല്ലു ബേബിക്ക് കാണാനാണോ അച്ഛന് കാണാനാണോ? Wow! Tuna dancer lu? Ambi babi. ഈ ബെഡിൽ തീരെ ബാലൻസ് ഇല്ലാല്ലേ. ഡാൻസ് ഡാൻസ്. അച്ഛനെ പിടിച്ചൊന്നും കയറണോ? ഒറ്റയ്ക്ക് കയറണമെന്ന്. അവൾക്ക് ഒറ്റയ്ക്ക് എണീക്കണം, അങ്ങനെ പിടിക്കാൻ പാടില്ല. ഡാൻസ് ഡാൻസ്. Illuminati. പാട്ട് കഴിഞ്ഞിടാ. അടുത്ത പാട്ട് വരും കേട്ടോ. ഇപ്പൊ വരും കേട്ടോ. ഇപ്പൊ വരും ഇപ്പൊ വരും. എന്താടി കാണിക്കണേ? നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിരുന്നപ്പോ മഴ പെയ്തു. കല്ലു ചാറ്റ പോവാ. മഴ പോണ്ടേ? നല്ല മഴയാ. മഴ കാണാം. നല്ല മഴ ഉണ്ടിട്ട് നമ്മള് വരുമ്പോ എന്തോ ഒരു ചൂടായിരുന്നു. വെയിലും മഴയുടെ ലക്ഷണം വേണമെങ്കിൽ ഉണ്ടാക്കാം. 4 മണിക്ക് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ട് മഴ കാരണം നമ്മളൊക്കെ ശശിയായിട്ടിരിക്കാം. മഴ മാറുന്ന ലക്ഷണേ ഇല്ല. സമയം 5 മണിയായി. കല്ലുവാണെങ്കിൽ ഇട്ടുകൊടുത്ത ഡ്രസ്സ് കോളാക്കി വെള്ളം ഒഴിച്ച് നനച്ച് മഴ മാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. എൻ്റെ കമ്മല് കല്ല് കടിച്ച് പൊട്ടിച്ച് ഒരു മെറ്റൽ കഷ്ണം വായിന്ന് പുറത്തെടുക്കാൻ പറ്റ പാട്. വീണ്ടും വായിലിടാൻ വേണമെന്ന് പറഞ്ഞിട്ട് കരയാണ് കല്ലു. കല്ലോ കല്ലു കളിക്കാനോ? ഓ അതെയോ. കല്ലൂന എലിഫന്റ് കിട്ടിയോ? എവിടെ എലിഫന്റ്? എവിടെ? ഉണ്ടോ? ലയൺ എവിടെ? ലയൺ. ഓ നീ സീബ്ര എവിടെ? സീബ്ര 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 നീ ടൈഗർ എവിടെ? ഓ ടൈഗർ കിട്ടി. ടൈഗർ കിട്ടി. ലയൺ. അയ്യോ ജിറാഫ് എവിടെ? ജിറാഫ് ജിറാഫിന് ആട്ട പോയോ? ഇല്ലടാ ഉടുപ്പിന്റെ താഴെ ഉണ്ടല്ലോ ജിറാഫ്. ജിറാഫിന് മമ്മ വേണോ? എന്റെ മമ്മ കൊടുക്കും ജിറാഫിന്. ഇഡലി മമ്മ കൊടുക്കണോ? വെയിറ്റ് ചെയ്തിട്ടൊന്നും മഴ മാറില്ല. ഹോട്ടലിൽ നിന്ന് വളരെ അടുത്ത അമ്പലം. ജസ്റ്റ് 100 മീറ്റർ നടക്കാനുണ്ട് അമ്പലം. പക്ഷേ
മഴയത്ത് നമ്മൾ കുടുങ്ങിയിരിക്കുക. ഓക്കേ, നമ്മൾ മഴയത്ത് കുട പിടിച്ച് പോവാണ്. വേറെ വഴിയില്ല ഗൈസ്. ഭയങ്കര ഇടിയും മഴയും കാറ്റും. രക്ഷയില്ലാത്ത മഴ കുടുങ്ങിപ്പോയി. ഇതാണ് അമ്പലം. നമ്മളങ്ങനെ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. വാവേ, ഞാൻ കുടലുണ്ട്. എന്നെ നോക്കിയേ വേണ്ട, ഞാൻ നനഞ്ഞാലും ഔട്ട് ഓഫ് കൺട്രോളായി. മൊബൈല വാവേന് വേണം, അവളുടെ ഫോട്ടോസ് വേണം. കല്ലു ഔട്ട് ഓഫ് കൺട്രോളായി, കരഞ്ഞു തുടങ്ങി. തൽക്കാലം മൊബൈൽ കൊടുത്തിട്ടാണ് അവളെ വാവേൻ്റെ ഫോട്ടോസ് കാണലാണ് അവളുടെ ഫേവറേറ്റ് ഹോബി. എന്നിടാ കല്ലു, അതാ വാവേൻ്റെ ഫോട്ടോസ് കാണുകയാണോ? അച്ഛല്ലേ. നല്ല മഴയായതുകൊണ്ട് എല്ലാവരും അമ്പലത്തിൽ തന്നെ അകത്ത് തന്നെ വെയിറ്റ് ചെയ്യാം. നമ്മളും വെയിറ്റ് ചെയ്യാം. മഴ ഇനി എപ്പോൾ പോകുന്ന പോലും അറിയില്ല. ചെറിയ മഴയുള്ളൂ. കുട്ടീനെ കൊണ്ടൊക്കെ നനയാണോ? ചിക്കോ ചിക്കോ
പനിയൊക്കെ കഴിഞ്ഞ് വരും. ഇവിടെയൊക്കെ ഇരിക്കാം. ചിഞ്ചു, അമ്മേ ഞാൻ നനഞ്ഞു എനിക്ക് കാര്യമില്ല. അങ്ങനെ മഴ കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ചുറ്റിയാടുന്ന് കണ്ടു. പക്ഷെ ഗൈഡിനെ വെച്ച് ഡീറ്റെയിൽസ് കേൾക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോഴത്തേക്കും ഇരുട്ടായി. പിന്നെ 7:30 ഇത് ക്ലോസ് ചെയ്യും. പിന്നെ കല്ലു കരഞ്ഞ് അലമ്പാക്കി തുടങ്ങി. കുറേ നേരം അകത്ത് വെയിറ്റ് ചെയ്തിട്ട് തന്നെ അവളുടെ ക്ഷമ പോയി. അപ്പം നമ്മളിനി തിരിച്ച് പോവാണ്. ലഡു പ്രസാദം വാങ്ങിച്ചിട്ടാണ് കല്ലുവിനെ ഒരുവിധം മാനേജ് ചെയ്തത്. അമ്മയും അച്ഛനും കൂടെ കല്ലുവിന് ലഡു എടുത്തുകൊണ്ടിരിക്കുക. ഇവിടുത്തെ പ്രസാദം 2 ലഡുവും തീർന്നു കാണും തോന്നുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് വന്നപ്പോഴത്തേക്കും കല്ലു ബേബി ഇവിടെ. ഓ, ഇവിടെയാണോ ലഡു തീർന്നോ? ലഡു ഒന്ന് മൊത്തം തീർത്തോ? തിരുപ്പതി ലഡു പോലത്തെ വലിയ 2 ലഡു ആയിരുന്നു. Actually, it's so nice to see.
കിണറാണെന്ന് തോന്നുന്നു, പക്ഷെ ക്ലോസ്ഡാണ്. മണി മുഴങ്ങുന്നുണ്ട്. ഇവിടെ എന്തോ ഉണ്ട്. ഓ, കുളമാണ്. കുളമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇറങ്ങാൻ പറ്റിയ നല്ലായിരുന്നു, പക്ഷേ ക്ലോസ്ഡാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂട്ടിയിട്ടിരിക്കാം. അച്ഛനോട് പിക്കപ്പ് കളിക്കാം. മഴ നനഞ്ഞു, വെള്ളം ഉടുപ്പിലാക്കി ആ നനവിൽ നിൽക്കുകയാണ് കുട്ടി. ദോശ മഴയൊക്കെ നനഞ്ഞ് പിന്നെ മഴ മാറി അമ്പലം കുറച്ചു നേരം കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. കല്ല് ബേബി, അത് എരിയും കല്ലോ. ആലു പൊറോട്ട അത്ര സുഖമല്ല, നമ്മുടെ പോലത്തെ ആലു പൊറോട്ട അല്ല, ദോശമല്ല. കല്ല് ആകെ 2-3 ദിവസം മാത്രമേ കഴിച്ചു. രാത്രി 9:30 കല്ലൊന്ന് ഉച്ചശേഷം തീരെ ഉറങ്ങാത്തതുകൊണ്ട് ക്ഷീണിച്ച് പെട്ടെന്ന് ഉറങ്ങി. അല്ലെങ്കിൽ 11:30 ആയാലും കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പാവം വേഗം ഉറങ്ങിപ്പോയി, ക്ഷീണിച്ചു. അപ്പോൾ നമ്മുടെ ബേലൂരിലെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. രാത്രി ഇപ്പോൾ 11 മണിയായി. കല്ലു ഉറങ്ങിയിട്ടുണ്ട്. കല്ലൂനാണെങ്കിൽ പുതപ്പൊന്നും പറ്റില്ല, എനിക്ക് പുതപ്പില്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി കിടക്കണം പുതച്ചിട്ട്, കല്ലുവിൻ്റെ മേലെ പുതപ്പ് തട്ടാണ്ട്. രാവിലെ എണീച്ചിട്ട് നമ്മൾ ഹലബിഡു ഹൊയ്സാലേശ്വര ടെമ്പിളൊക്കെ പോകാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ എൻഡ്.